മലയാള ഭാഷാ ബില്ലുമായി ബന്ധപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി തന്നെ ആ ബില്ല് സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ഗവർണർക്ക് അതിന് നിവേദനങ്ങൾ കിട്ടി. കർണാടക മുഖ്യമന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വളരെ തെറ്റായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള ഭാഷാ ബില്ല് എന്നുള്ളത് ഈ നാടിന്റെ പൊതുവായ വികാരമാണ്. നമ്മൾ നേരത്തെ ഒരു ബില്ല് പാസ്സാക്കി രാഷ്ട്രപതിക്ക് അയച്ചു. അതിന് അംഗീകാരം കിട്ടിയില്ല. നമ്മളുമായി ചർച്ച നടത്തി വിശദീകരണങ്ങൾ ചോദിച്ച് അതിന് വിശദീകരണമൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബില്ലിന് അനുമതി നിഷേധിച്ചതായിട്ട് വന്നു. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചിട്ടാണ് ഇത്തവണ നമ്മൾ ബില്ല് അവതരിപ്പിച്ചത്. ആ ബില്ലിൽ ഈ പറയുന്ന ഭാഗങ്ങളൊന്നുമില്ല. കന്നഡ, തമിഴ് ന്യൂനപക്ഷങ്ങൾ ഉള്ള ഭാഷാ ന്യൂനപക്ഷങ്ങൾ അവർക്ക് അവരവരുടെ ഭാഷയിൽ പഠിക്കാനാണ് പുതിയ ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആ ബില്ലാണ് നിയമസഭ പാസ്സാക്കിയത്. അതേപോലെ തന്നെയാണ് ആ പ്രദേശങ്ങളിൽ കത്തിടപാടുകൾ, ഔദ്യോഗിക കത്തിടപാടുകളെല്ലാം അവരുടെ ഭാഷയിലാണ്. അപ്പോൾ പഴയ ബില്ല് നോക്കിയിട്ടാണ് കർണാടക മുഖ്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനം. ഞങ്ങളിപ്പോൾ ഇത് രാഷ്ട്രപതിക്ക് അയക്കാനും കണ്ടിട്ടില്ല. കാരണം കേരളത്തിൻ്റെ അതിനകത്തും ഇന്ന് നേരത്തെ കേന്ദ്രം പറഞ്ഞ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച് ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണ് ഈ ബില്ല് പാസ്സാക്കിയിട്ടുള്ളത്. അതിൽ മറ്റ് തമിഴ് ന്യൂനപക്ഷമാകാം, കന്നഡ ന്യൂനപക്ഷമാകാം, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മലയാളം പഠിക്കാമെന്നുള്ളൂ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതിനകത്താണ് ഒരു വിയോജിപ്പ് വന്നത്. ആ വിയോജിപ്പ് കൂടി പരിഗണിച്ചിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇവർ ഈ SIT വേണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തിരിക്കുകയായിരുന്നല്ലോ. പുറത്തിരിക്കുമ്പോൾ ബില്ല് വായിച്ചു വെക്കാൻ പോലും കോൺഗ്രസിന് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അവരെല്ലാം അവിടെ ഭരിക്കുന്നത്. അപ്പോൾ മലയാളിക്കെതിരെ ഇങ്ങനെ കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ അവരുടെ ന്യൂനപക്ഷ അവകാശവും സംരക്ഷിച്ചിട്ടുണ്ട് കേരളത്തിൽ എന്ന് പറയേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനില്ലേ? കോൺഗ്രസ് മലയാളിക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാമോ? ഞങ്ങൾ ഭാഷാ ന്യൂനപക്ഷത്തിന്റെ അവകാശത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടാണല്ലോ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകാനേ പാടില്ല എന്നതാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ നിലപാട്. കർണാടകവും കേരളവും നല്ല രീതിയിൽ സഹകരിച്ച് പോകണമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇത്തരം ഘട്ടത്തിൽ കർണാടക മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാകാം അവർ കാര്യങ്ങൾ പഠിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിനോട് ചോദിക്കാം, ഈ ബില്ലിൽ ഇന്ന വ്യവസ്ഥകളുണ്ടല്ലോ. അപ്പോൾ അതില്ലാതെ പരസ്യമായി പ്രതികരണം നടത്തുന്നത് അത് അനാവശ്യമായിട്ടുള്ള ഇതിലേക്ക് ചർച്ചകൾ വഴിതിരിച്ചു വിടാനേ പോവുകയുള്ളൂ.